ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഓഫർ റേറ്റിലുള്ള കുറച്ച് മെറ്റീരിയൽസ് കാണാം. ഇത് ഫസ്റ്റ് വൺ വരുന്നത് റയോൺ ആണ്. റയോണിൽ മിറർ വർക്ക് വരുന്ന ഫാബ്രിക്കാണ്. ഓൾ ഓവർ മിററാണ് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 43 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ മിറർ വരുന്നത് ആർട്ടിഫിഷ്യൽ മിററാണ് കേട്ടോ, ഗ്ലാസ് മിറർ അല്ല. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. നമുക്ക് ഫ്രോക്കിനും അതുപോലെ തന്നെ സ്കേർട്ടിനും കുർത്തിക്കും ഒക്കെ പറ്റുന്ന ഫാബ്രിക്കാണ്. സ്കേർട്ടും ഫ്രോക്കും ഒക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ അടിച്ചിട്ട് അതുപോലെ ഒരു ജക്കാർഡ് സ്റ്റൈല് ബ്ലൗസൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളർ ബ്ലൗസോ മറ്റേ ഹക്കോബ ഓഫ് വൈറ്റ് ഹക്കോബയൊക്കെ കൊണ്ട് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ. നല്ലൊരു വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും സെയിം ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വർത്തിക്കാൻ സിൽക്ക് നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു പാഴ്സൽ ഹോൾഡായി പോയി, അത് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ടെൻഷനിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വൈകിയത്. ക്ലോത്ത് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിട്ടില്ല. ഇത് ജക്കാർഡ് ഫാബ്രിക് ആണ് കേട്ടോ. ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന ജക്കാർഡ് ഫാബ്രിക് ആണ്. ഇതൊരു ഓനിയൻ പിങ്ക് വിത്ത് പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. ഈ ഫാബ്രിക് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ റെഡ് കളറേ. അപ്പോൾ നമുക്ക് ഈ ഒരു മിറർ വർക്ക് ഫാബ്രിക് കൊണ്ട് സ്കേർട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇതുകൊണ്ട് ടോപ്പ്, അതായത് ബ്ലൗസ് പോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ്. 120 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ റേറ്റ് വരുന്നത് 89 റുപ്പീസാണ് കേട്ടോ. നമ്മൾ മിറർ വർക്ക് ഫാബ്രിക് 106 പറഞ്ഞത്, 106 ആണ്. അപ്പോൾ ഇത് വരുന്നത് 86 ആണ്. ഞാൻ ഈ ഒരു മിറർ വർക്കിൻ്റെ ഫാബ്രിക്കിന് ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് കളേഴ്സുള്ളത് കാണിച്ചു തരാവേ. ഇതൊരു 6 ആഗ് പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ വൈറ്റ് എടുത്തപ്പോൾ അങ്ങനെ വൈറ്റിൻ്റെ കോമ്പിനേഷൻ നോക്കി പോയതാണ്. വൈറ്റിനൊക്കെ ആകുമ്പോൾ എല്ലാ ഫാബ്രിക്കും എല്ലാ കളേഴ്സും ചേരുന്നതാണല്ലോ. ഇത് വരുന്നത് ഗ്രീൻ കളറിൽ, ഇതൊരു ഒലിവ് ഗ്രീൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും കേട്ടോ. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഓക്കെ, ഇത് ശരിക്കും ആ ഒരു ജക്കാർഡ് ഒരു ബ്രൊക്കേഡ് ഫാബ്രിക്കിൻ്റെ ഫീലാണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ ഇങ്ങനെ അധികം വണ്ണമൊന്നും തോന്നില്ല. ഇത് ശരിക്കും കോട്ടണിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഇതും ഒരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ. ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 42-43 ഇഞ്ചസ് ആണ് വരുന്നത്. നമുക്ക് ടോപ്സൊക്കെ അടിക്കാനാണെങ്കിൽ ടോപ്പിനൊക്കെ ടോപ്പ് അതുപോലെ തന്നെ കുർത്ത ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇനി ഈവൻ സ്കേർട്ട് വരെ തയ്ക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ടോപ്പിനാണെങ്കിൽ ഒരു 2.25 എടുക്കേണ്ടി വരും കേട്ടോ. വിഡ്ത്ത് 42 ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2.25 എടുക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഇത് കണ്ടോ, ഞാൻ ഇതൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ അതിന് ഈ ഒരു ബ്രൊക്കേഡ് ചേരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും എടുത്തത്. പക്ഷേ കുറച്ച് ചേർച്ചക്കുറവുണ്ടല്ലേ. നമ്മുടെ മിറർ വർക്ക് ഫാബ്രിക്കിൻ്റെ അടുത്ത ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. അതൊരു 3 ഷെയ്ഡിലാണത് വന്നിരിക്കുന്നത്. മെറൂൺ, അതുപോലെ തന്നെ സോറി വൈറ്റ്, പിന്നെ പർപ്പിൾ, റെഡ് ഉണ്ടായിരുന്നു. റെഡ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർപ്പിച്ച് വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ്. ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, സൺഫ്ലവർ പ്രിൻ്റ് പോലെ വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു ലാവൻഡർ കളറാണ്. ഇത് ചെറിയ ബുട്ട പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത്. നല്ല കളറാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു ഫാബ്രിക്ക് 89 റുപ്പീസ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഇതൊരു യെല്ലോ, അതായത് മസ്റ്റാർഡ് യെല്ലോ ആ ഒരു കളറാണ്.
അതും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് അധികം ഇല്ല കേട്ടോ, യെല്ലോ കളർ എന്താണ്ട് തീരാറായി. കണ്ടോ, മെറൂണും യെല്ലോയും തമ്മിൽ അടിപൊളി കോമ്പിനേഷനാണ്. മെറൂൺ കൊണ്ട് സ്കേർട്ട് അടിച്ച് യെല്ലോ കൊണ്ട് ബ്ലൗസ് അടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണല്ലോ അത് വരുന്നത്. അപ്പോൾ ഇത് ഒരു 2-3 പീസായിട്ടാണ് ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നു യെല്ലോ കളർ കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഇത് കാണിച്ചതാണല്ലോ, പർപ്പിൾ കളറിൽ വരുന്ന മിറർ വർക്ക് ക്ലോത്ത് കേട്ടോ. 43 ഇഞ്ചസ് വരുന്നു. നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ സെയിം മെറ്റീരിയൽ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റയോണിൽ സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ്. മെറൂൺ കളറാണ് കേട്ടോ. കൂടുതലും ഒരു മെറൂൺ യെല്ലോ ആ ഒരു കളറിലേക്കാണ് കൂടുതലും വരുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്ന കളറും മെറൂണാണ് കേട്ടോ. മെറൂൺ ഷെയ്ഡിൽ ഉള്ള കളർ ഏറ്റവും കൂടുതൽ പോവാറ്. പിന്നെ ഇപ്പോൾ ഒരു പർപ്പിളിന് ഭയങ്കര ഒരു ഡിമാൻഡാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഈ ക്ലോത്തിൻ്റെ റേറ്റ് വരുന്നത് 116 കേട്ടോ. 116 കേട്ടോ, 116 രൂപ വരുന്നു. 44 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. ഇതും റയോൺ മെറ്റീരിയൽ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ കളറിൽ, അത് തന്നെ യെല്ലോ കളറിൽ വരുന്നു കേട്ടോ. നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. ഒരു മാമ്പഴമഞ്ഞ ഷെയ്ഡൊക്കെ ഇല്ല, ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇത് 44 ഇഞ്ചസ് ഉണ്ട് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് കേട്ടോ. വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. വർക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. നമുക്ക് കുർത്തിക്കോ അതുപോലെ സ്കേർട്ടിനോ ഫ്രോക്കിനോ ഒക്കെ പറ്റുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ. ഇതിൻ്റെ റേറ്റ് 116 കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക്